ഇരിട്ടി നഗരസഭ വാർഷിക പദ്ധതി 2025-26 വയോജന ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായി മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധനിഷ പി അധ്യക്ഷയായി. കൗൺസിലർമാരായ വി സുധാകരൻ, പ്രജീഷ് എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ നന്ദി പറഞ്ഞു. പരിപാടിയിൽ 40ഓളം പേർ പങ്കെടുത്തു. കൗൺസിലർമാരായ രാധ, അനിത, ശ്രീന തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി തലശ്ശേരിയും കോംട്രസ്റ്റ് ഹോസ്പിറ്റൽ തലശ്ശേരിയും ചേർന്ന് നടത്തുന്ന ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊബൈൽ യൂണിറ്റിൽ ഡോക്ടർമാരും അതിൻ്റെ സജ്ജീകരണത്തോടു കൂടി ഇവിടെ വന്നിട്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ നേത്രം സൗജന്യമായിട്ട് പരിശോധിക്കുക. അതിന് പ്രാധാന്യം വഹിക്കുന്നത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മളിവിടെ ഒരു 9:30 മണിക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തുകയും രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പരിശോധന ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു 12 മണിയാകുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു 100-110 ആൾക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന എന്ന് പറയുന്നത് ആവശ്യക്കാർക്ക് ചുരുങ്ങിയ നിരക്കിൽ ഗ്ലാസ് കണ്ണടകൾ നൽകുകയും തിമിര ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ തലശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലായിരുന്നു പരിപാടി. അവിടെ ഒരു 100-100ഓളം ആൾക്കാർ ഇതുപോലെ പരിശോധന നടത്തി. ഇന്ന് ഇതേ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇവിടെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നല്ല പങ്കാളിത്തമായിരുന്നു. രാവിലെ മുതലേ ആൾക്കാർ നന്നായിട്ട് ഇതിൽ സഹകരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 110 മേലെ ആൾക്കാർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാരാലീഗൽ വളണ്ടിയർമാരായിട്ടുള്ള ഗ്രീഷ്മ, അതുപോലെ തന്നെ രാജഗോപാലൻ, ഹരിദാസൻ, സത്യൻ, ഈ 4 PLVമാരാണ് ഇതിന് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് ഈ കോംട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള ഡോക്ടർമാർ, അവരെ സഹായിക്കുന്ന മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്.